ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ട് ഇറക്കിയിട്ട് ഫിഷിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ടൈം കളയണ്ട, നമുക്ക് ഫിഷിങ്ങിന് ഇറങ്ങാം. നമ്മൾ സാധാരണ ബോട്ട് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് കാറിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. ഇതാണ് നമ്മൾ ഇറക്കാൻ പോകുന്ന പുഴ, കണ്ടശാങ്കട പുഴയാണ്. അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറിക്കോ, നമുക്ക് ഫിഷിങ്ങിന് പോവാം. പിന്നെ ഫിഷിങ്ങിന് പോണ നേരത്തെ ചെറുതായിട്ടൊക്കെ വിശക്കുന്ന കാരണം കൊണ്ട് ഒരു പഴക്ക് തിന്നിട്ട് വയറൊക്കെ നിറച്ച് പോവാന്ന് വിചാരിച്ചു. പിന്നെ കണ്ടശാങ്കട പാലത്തിൻ്റെ അവിടേക്കാണ് ഫിഷിങ്ങിന് പോണേ. അപ്പോൾ നമുക്ക് അവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. പാലത്തിൻ്റെ അവിടെ എത്തി ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ലിജോന് ഒരു 6 മീൻ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വലിച്ചു കയറിയിട്ട് ബാക്കി വർത്തമാനം പറയാം. നിങ്ങളുടെ ഇതിൽ അയ്മാൻ ലൈൻ ഇട്ടാ ആരാ ഇവൻ ബായിടാൻ എങ്ങനെടുക്ക് ടൈറ്റ് ചെയ്യാളെ പൊക്കിയായിരുന്നു അല്ലാണ്ട് കളിപ്പിക്കണം അല്ലേ? ലിജോന്റെ ലൈഫിലെ ഏറ്റവും വലിയ സാധനം പെസക മുതലാണ്. മറ്റേ പുറത്തുണ്ട് കേട്ടോ പെസക ബോട്ടിനടിയുന്നുണ്ട്. കുഴപ്പമില്ല അങ്ങനത്തെ കൈ നോക്കണട്ടാ. ഇതൊന്ന് പിടിച്ച് നീ എടുത്തോ. ഞാൻ കുറേ പ്രാവശ്യം പൊന്തിക്കുന്നുണ്ട്. കൊണ്ടുപോവാ കുഴപ്പമില്ല. മറ്റേ ചൂണ്ടിൽ പുറത്തേക്ക് എടുക്കുവോ? ഏതാ മരണ്ട ഇത്? മരണ മരണ്ടടി. ആ എൻ്റെ ആണോ കൂടി കൊണ്ടിരിക്കുന്നത്? ആ ഒരു മിനിറ്റ്. ഓ എൻ്റെ ഒന്നല്ലേ കുടുങ്ങി പിടിച്ചില്ലേ? ആ പോന്നാ കണ്ടുപോയിക്കോട്ടോ. ഇല്ല ഞാൻ ഇതാക്കിയിട്ടില്ല. അവൻ തളർന്നുണ്ട്. ഇല്ലല്ലേ? ഒന്നുകൂടി ഒന്ന് അതെ രണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണില്ല. കെട്ടായില്ലെങ്കിൽ ഒരു മിനിറ്റ് അങ്ങനാക്കണ്ടല്ലോ അധികം. അതെ ഏത് ഇതില്ല അപ്പുറത്തെ അവൻ്റെ ഇല്ല പറയുന്നത്. എന്താണ് നോട്ടോ, ഞാൻ അടുത്തേക്ക് എത്തും ഉറപ്പാണ്. അല്ല അത് ഇതിന് കൊമ്പിലല്ലോ. ഫല്ലേ പക്ഷെ ഇതിനെ കെട്ടിയിട്ടിടാൻ പറ്റുമോ? ഒരു കയറ് നമ്മുടെ ഇല്ല ശരിക്കും പറഞ്ഞാ. ഭയങ്കരമായി പോയി പറഞ്ഞ എന്തായാലും താങ്ക്സ് ഉണ്ടാ. ഒരു മിനിറ്റ് ആ എടുത്തു കൊടുത്ത ഒരു ഈ വഞ്ചിയിൽ അടുപ്പിക്കുമോന്ന്? ആ
ഞാനാണെന്ന് മുതലാളി ഈശോ. അടിച്ചാ ഓക്കെ. ഇതിങ്ങനെ പിടിക്കാല്ലേ? ഞാൻ എന്നെയും കൊണ്ട് ഓടുമെന്നുള്ളതാണ്. അല്ല അത് ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുഴപ്പമില്ല. ആ ഇത് പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ അതെ മീനെ പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുന്നു. ആ ചേട്ടന്മാരുണ്ടായിരുന്ന കാരണം കൊണ്ടാണ് നമുക്ക് മീനെ കെട്ടിടാൻ പറ്റിയത്. നമ്മുടെ കയ്യിൽ കയറും സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എക്സ്പീരിയൻസ് കുറച്ച് കുറവായിരുന്നു. എന്നാലും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. മറ്റേ നായനെ കയറിട്ട് കെട്ടിയിട്ടിട്ട് കൊണ്ടുനടക്കണ പോലെയാണ് വലിയ ജോ നടക്കണേനെ. ബിസിയാവും അടിച്ചിരിക്കുകയാണ്. അത് കയറ്റാൻ എളുപ്പമല്ലേ? ക്യാമറയിൽ പെടണ പോലെ ഒന്ന് എടുത്തോളൂട്ടാ. അടിപൊളിയാണ് കേട്ടോ അത്. മാളിന്യ ഏസാണ് ഒന്നിങ്ങോട്ട് പതുക്കെ എടുത്തിട്ട് ഈ വഴി വളക്കി. അതൊക്കെ അവർക്ക് എക്സ്പേർട്ടാണ്. അങ്ങോട്ട് വരാനാവൂലേ? അവന്റെ കൊമ്പ് പിടിച്ചിട്ടുണ്ടാവും തന്നെ. അടിച്ചിണ്ടാ? കോഴിക്കോട് ഇത് ഇതും അത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിങ് ഇവിടുത്തെ അവസാനിപ്പിച്ചു. തിരിച്ച് പോവാണ്.
അപ്പോൾ മീനെ കയറ്റാൻ പറ്റി നമുക്ക്. അതിനൊക്കെ ആ ചേട്ടന്മാരോട് വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാണ്. മീനവിടെ മുമ്പിൽ കെട്ടിയിട്ടുണ്ട്.